നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഹെൻറി റൊണാൾഡോയെ കുറിച്ച് സംസാരിക്കുന്ന രീതി? അത് എപ്പോഴും ന്യൂട്രലല്ല. ഓൾമോസ്റ്റ് ഹീ ഡസൻ ലൈക്ക് റൊണാൾഡോ. ശരിക്കും കാരണങ്ങളുണ്ട്. ഹെൻറി കളിച്ചത് ആർസനലിലും ബാർസലോണയിലും, റൊണാൾഡോ ആണെങ്കിലോ മാൻ യുണൈറ്റഡിലും റിയൽ മാഡ്രിഡിലും. ഈ രണ്ട് ടീമുകൾ തമ്മിൽ ജസ്റ്റ് കോമ്പറ്റീഷൻ അല്ല, ദേ ഹേറ്റ് ഈച്ച് അതർ. ബട്ട് ദർ ഈസ് ആൾസോ വൺ തിങ്. ഹെൻറി മെസ്സിയുടെ കൂടെ കളിച്ചത്, റൊണാൾഡോയുടെ ഗ്രേറ്റസ്റ്റ് റൈവൽ. ഇനി ഹെൻറിയോട് ആരാണ് ഞങ്ങളുടെ വേൾഡിലെ ഏറ്റവും അടിപൊളി പ്ലെയർ എന്ന് ചോദിച്ചാൽ ഹെൻറി ഡസൻ ഹെസിറ്റേറ്റ് ടു പിക്ക് മെസ്സി. റൈറ്റ്? പിന്നെ വേറൊരു സംഭവം കൂടി, ഫാൻസിനെ കണ്ണിൽ പെടാൻ കാരണമുള്ള ഒരു സംഭവം. ഹെൻറി ഒരിക്കൽ പറഞ്ഞു, റിയൽ റൊണാൾഡോ നസാരിയോ ആണ്, ക്രിസ്ത്യാനോ അല്ല. പിന്നെ വേറൊരു സംഭവം, ബാലൺ ഡോർ കൊടുക്കുന്ന സമയത്ത് ഒരു ഹെൻറിയുടെ ഒരു ഫേസ്, ഈ കാര്യങ്ങളൊക്കെ നല്ലവണ്ണം മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് കാലം പിന്നോട്ട് പോകണം. 2000ലേക്ക് പോകണം. ഒരു സമയം ഹെൻറി പ്രീമിയർ ലീഗിലെ കിങ് എന്ന് അറിയപ്പെട്ട സമയത്ത്, ആർസനൽ vs മാൻ യുണൈറ്റഡ് 2004 to 2005 സമയത്ത്, ആ കളിയിൽ തുടക്കത്തിലൊക്കെ ഹെൻറിയുടെ കളിയായിരുന്നു. ഹെൻറി ആ കളിയിൽ നല്ല അടിപൊളിയായി കളിച്ചു. ഹെൻറി ആയിരുന്നു ആ ഒരു കളി കൊണ്ടുപോയത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ റൊണാൾഡോ 2 ഗോൾ അടിച്ച് ആരാധകരൊക്കെ നെട്ടിച്ചൊരു സംഭവം. ആ യങ്സ്റ്റാർ അന്ന് കോമ്പറ്റീഷൻ മാത്രമല്ല കളിച്ചത് കിങ്ങിൻ്റെ എതിരെ, അന്ന് ചലഞ്ചാണ് ചെയ്തത്. അതിനുശേഷം റൊണാൾഡോ ഇങ്ങനെ മോർ ടൈറ്റിൽസ്, മോർ ട്രോഫീസ്. ഫുട്ബോൾ isn't just about goals and trophies. It is about rivalry, egos and moments, sometimes unspoken tensions. So maybe ഹെൻറിക്ക് റൊണാൾഡോയെ ഇഷ്ടമുണ്ടാവാൻ കാലം. ബട്ട് ഹെൻറി ഒരിക്കലും റൊണാൾഡോയുടെ ഫ്രണ്ട് അല്ല.